കോമ്പോണൻ്റ് ഓഫ് എൻജിൻ്റെ പാർട്ട് 4 നമ്മൾ നോക്കാൻ പോകുന്നത് പിസ്റ്റണിനെ കുറിച്ചിട്ടാണ്. പിസ്റ്റൺ എന്ന് പറയുന്നത് എൻജിനിലെ ഒരു പ്രധാനപ്പെട്ട കോമ്പോണൻ്റ് ആണ്. പ്രധാനമായിട്ടും IC എൻജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ ടൈപ്പ് എൻജിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. പിസ്റ്റണ് പല ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ഫോഴ്സ് ക്രിയേറ്റഡ് ബൈ ദ കമ്പഷൻ ഓഫ് ഫ്യൂവൽ ടു ക്രാങ്ക് ഷാഫ്റ്റ്. കാരണം സിലിണ്ടറിൻ്റെ ഉള്ളിൽ പവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? കമ്പഷൻ ഓഫ് ഫ്യൂവൽ കാരണമാണ്. അത് സിലിണ്ടറിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. ആ പവറിനെ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ട് വരുന്ന ഒരു കോമ്പണൻ്റ് ആണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? സിലിണ്ടറിൽ ഉണ്ടാകുന്ന പവറിനെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ ലോവർ ബൗണ്ടറി ഫോർ കമ്പഷൻ ചേംബർ ആൻഡ് പ്രിവെൻറ്റ് ലീക്കേജ് ഓഫ് എയർ ഫ്യൂൽ മിക്സ്ചർ. നമ്മളൊരു സിലിണ്ടറിനെ നോക്കുകയാണെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പിലുള്ള ഹോളുണ്ട്. അതിൻ്റെ ടോപ്പ് പോർഷൻ അടച്ചിരിക്കുന്നത് സിലിണ്ടർ ഹെഡ് ഉപയോഗിച്ചിട്ടാണ്. ബോട്ടം പോർഷൻ അടച്ചിരിക്കുന്നത് പിസ്റ്റൺ ഉപയോഗിച്ചിട്ടാണ്. കാരണം എല്ലാ ഭാഗവും അടച്ചിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പഷൻ ഒക്കെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ സിലിണ്ടറിൻ്റെ ലാറ്ററൽ സർഫസ് മൊത്തം കവർ ചെയ്യുന്നത് സിലിണ്ടർ ബ്ലോക്കാണ്. ടോപ്പ് സർഫസ് കവർ ചെയ്യുന്നത് സിലിണ്ടർ ഹെഡാണ്. അപ്പോൾ ബോട്ടം സർഫസ് കവർ ചെയ്യുന്നത് പിസ്റ്റണാണ്. ഇതിലേക്ക് എന്തുണ്ടാവും? കത്തുന്ന പുകയൊക്കെ നേരെ താഴെ ക്രാങ്ക് കേസിലേക്ക് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ടല്ലോ. പിന്നെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ബെയറിംഗ് സർഫസ് ഫോർ സ്മോൾ എൻഡ് ഓഫ് കണക്ട് റോഡ്. കണക്റ്റിംഗ് റോഡിൻ്റെ ചെറിയ എൻഡ് കണക്ട് ആകുന്നത്, സ്മോൾ എൻഡ് ഓഫ് കണക്ട് റോഡ് കണക്ട് ചെയ്യാൻ പോകുന്നത് ഇത് ഇവിടെയാണ്. ഇവിടെ ഒരു പിന്ന് വരും. ആ പിന്നിലാണ് എന്ത് ചെയ്യുന്നത്? കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ എൻഡ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ പിസ്റ്റണിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? കമ്പഷൻ ചേമ്പറിൽ ഉണ്ടാകുന്ന പവർ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. കമ്പഷൻ ചേമ്പറിൻ്റെ അടിഭാഗത്ത് സർഫസ് ഫോം ചെയ്യാൻ സഹായിക്കുന്നു. കണക്റ്റിംഗ് റോഡിൻ്റെ ചെറിയ എൻഡിനെ ബെയറിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. കണക്റ്റിംഗ് റോഡിൻ്റെ ചെറിയ എൻഡിൻ്റെ ബെയറിംഗ് സർഫസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മുടെ 3 ഫങ്ഷൻസ് ഓഫ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇതാണ് ഒരു പിസ്റ്റൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. പിസ്റ്റൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട ഭാഗം നോക്കുകയാണെങ്കിൽ ഒന്നാമത് വരുന്ന ഏറ്റവും ടോപ്പിലുള്ള പോർഷൻ എന്ന് പറയുന്നതിനെ ക്രൗൺ എന്നാണ് പറയുന്നത്. പിസ്റ്റൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തിനെ ക്രൗൺ എന്നാണ് വിളിക്കുക. ഹെഡ് ഓർ ക്രൗൺ. നമ്മൾ ക്രൗൺ എന്നാണ് പ്രധാനമായിട്ടും വിളിക്കുന്നത്. അതിനുശേഷം പ്രധാനമായിട്ടും കുറച്ച് ഗ്രൂവുകൾ കാണാം. ഇവിടെ 3 ഗ്രൂവുകൾ കാണുന്നുണ്ട്. സാധാരണയായിട്ട് 3 ഗ്രൂവുകളാണ് ഉള്ളത്. ആ ഗ്രൂവുകൾ കട്ട് ചെയ്തിരിക്കുന്നത് റിങ്ങുകൾ വയ്ക്കാനാണ്. പിസ്റ്റൺ റിങ്ങുകൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂവുകൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 ഗ്രൂവുകൾ ഒരുപോലെയും ഒരു ഗ്രൂവിൻ്റെ ഉള്ളിൽ ചെറിയ ഹോളുകൾ ഡ്രിൽ ചെയ്തിട്ടുണ്ട്. അതിന് ഓയിൽ ഡ്രെയിൻ ഹോളുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 എണ്ണത്തിൽ കംപ്രഷൻ റിങ്സുകളും അവസാനത്തേതിൽ ഓയിൽ റിങ്ങുമാണ് നമ്മൾ ഇടുന്നത്. റിങ്ങുകളെ കുറിച്ച് നമുക്ക് വേറൊരു ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. ഇനി ഈ ഗ്രൂവുകളുടെ ഇടയിൽ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേര് ലാൻഡ് എന്നാണ്. ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഇതിനെല്ലാം വിളിക്കുന്നത് ലാൻഡ് എന്നാണ്. ഇനി ഗ്രൂവുകൾക്ക് താഴെ കാണുന്ന ഭാഗത്തിന് നമ്മൾ സ്കർട്ട് എന്നാണ് വിളിക്കുക. ഇതാണ് ഗ്രൂവിൻ്റെ അവസാനം. അപ്പോൾ ഇത് കാണുന്ന ഈ ഭാഗങ്ങളെല്ലാം വിളിക്കുന്നത് സ്കർട്ട് എന്നാണ്. ഇനി ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിനെ ഈ കാണുന്ന ഒരു ഹോളാണ് ഈ കാണുന്നത്. നമുക്ക് ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഈ ഹോളുകൾ കാണുന്നുണ്ടല്ലോ. ഈ ഹോളിനെ നമ്മൾ വിളിക്കുന്ന പേര് അതിൻ്റെ പിസ്റ്റൺ പിൻ ബോസ് എന്നാണ്. കാരണം പിസ്റ്റൺ പിൻ ഇറക്കി വെക്കാനുള്ള ഹോളാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഇതിനെ പിസ്റ്റൺ പിൻ ബോസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിസ്റ്റൻ്റെ ആ ഷേപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ ഫോഴ്സുകൾ താങ്ങാൻ വേണ്ടി കൊടുക്കുന്ന എക്സ്ട്രാ സപ്പോർട്ടുകൾ വിളിക്കുന്ന പേരാണ് വെബ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഒരു പിസ്റ്റൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും മുകളിൽ ഹെഡ് അല്ലെങ്കിൽ ക്രൗൺ, അതിനുശേഷം 3 റിങ് ഗ്രൂവുകൾ, അതിൽ 2 ഗ്രൂവുകൾ ഒരുപോലെ ആയിരിക്കും. അത് കംപ്രഷൻ റിങ്ങിനെയാണ്. ഏറ്റവും അടിയിലുള്ള ഗ്രൂവിൽ കുറച്ച് ഹോളുകൾ ഡ്രിൽ ചെയ്തിട്ടുണ്ട്.
അത് ഓയിൽ റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് സിലിണ്ടർ വാൾ അധികമായിട്ടിരിക്കുന്ന ഓയിലിനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ ഡ്രെയിൻ ഹോൾ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രൂവുകൾക്ക് ഏറ്റവും താഴെയായി കാണുന്ന, അതായത് ഗ്രൂവുകൾക്ക് ശേഷം കാണുന്ന പിസ്റ്റന്റെ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് പിസ്റ്റന്റെ സ്കർട്ട് എന്ന് പറയുന്നത്. ഈ പിസ്റ്റന്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ ഒരു ഹോൾ ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനെ പിസ്റ്റൺ പിൻ ബോസ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് പിസ്റ്റൺ പിൻ വെക്കുന്നത്. പിന്നെ ക്രോസ് സെക്ഷനിൽ കാണാൻ സാധിക്കും പിസ്റ്റന്റെ ഉൾഭാഗത്തായിട്ട് ഒരുപാട് സപ്പോർട്ടിംഗ് വെബുകളെല്ലാം കൊടുക്കുന്നുണ്ട് പിസ്റ്റന്റെ ആ ഫോഴ്സുകളെല്ലാം താങ്ങാൻ വേണ്ടിയിട്ട്. ഈ ഗ്രൂവുകൾക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തെ വിളിക്കുന്നത് ലാൻഡ് എന്നാണ്. ഇത്രയുമാണ് ഒരു പിസ്റ്റന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ പിസ്റ്റൺ എന്ന് പറയുന്നത് IC എഞ്ചിന്റെ ഒരു പ്രധാനപ്പെട്ട കോമ്പണന്റ് ആണ്. പിസ്റ്റന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കമ്പഷൻ ചേമ്പറിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കയർത്തിവിടുക എന്നുള്ളതാണ് ഒന്നാമത്തത്. പിന്നെ പറയുന്നു കമ്പഷൻ ചേമ്പറിന്റെ ലോവർ ബൗണ്ടറി ഫോം ചെയ്യുന്നതും പിസ്റ്റൺ ആണ്. അവസാനമായിട്ട് കണക്റ്റിംഗ് റോഡിന്റെ സ്മാൾ എൻഡിന്റെ ബെയറിംഗ് സർഫസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും പിസ്റ്റൺ ആണ്. പിസ്റ്റന്റെ ഏറ്റവും ടോപ്പ് പോർഷനെ വിളിക്കുന്ന പേര് ക്രൗൺ എന്നാണ്. ക്രൗണിന്റെ താഴെയായി 3 ഗ്രൂവുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലാണ് നമ്മൾ പിസ്റ്റൺ റിങ്സ് ഇട്ട് വെക്കുന്നത്. ആ പിസ്റ്റൺ റിങ്ങിൽ തന്നെ മൂന്നാമത്തെ ഗ്രൂവുകളിൽ മൂന്നാമത്തെ ഗ്രൂവിൽ നമ്മൾ ഓയിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂവുകൾക്ക് താഴെയുള്ള പോർഷനെ വിളിക്കുന്ന പേര് സ്കർട്ട് എന്നാണ്. അതിനുശേഷം പിസ്റ്റണിന് ഒരു ഹോൾ ഡ്രിൽ ചെയ്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ പിസ്റ്റൺ പിൻ ഇറക്കി വെക്കുന്നത്. അതിനെ പിൻ ബോസ് എന്നാണ് വിളിക്കാറുള്ളത്. പിൻ ബോസ് ആണ് കണക്റ്റിംഗ് റോഡിന്റെ സ്മോൾ എൻഡിനെ പിസ്റ്റണുമായി കണക്ട് ചെയ്യുന്നത്. ഇനി പിസ്റ്റൺ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സാധാരണയായിട്ടും അലുമിനിയോ കാസ്റ്റ് അയണോ ആണ് ഉപയോഗിക്കുന്നത്. അലുമിനിയത്തിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ അതിന് വെയിറ്റ് കുറവാണ്, തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്, അതായത് ചൂട് കടത്തിവിടാനുള്ള കഴിവ് കൂടുതലാണ്, കനം കുറവാണ്. അലുമിനിയത്തിന് എപ്പോഴും കനം കുറവാണ്. ഇനി അലുമിനിയത്തിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ അലുമിനിയത്തിന് ബലം കുറവാണ്. കാസ്റ്റ് അയണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അലുമിനിയത്തിന്റെ അലോയ്ക്ക് ബലം കുറവായിരിക്കും. അതുപോലെ തേയ്മാനം താങ്ങാനുള്ള കഴിവ്, പെട്ടെന്ന് തേഞ്ഞു പോകാൻ കാസ്റ്റ് അയണിനേക്കാൾ കൂടുതൽ തേയ്മാനം കൂടുതലാണ് അലുമിനിയത്തിന് വരുന്നത്. അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തെർമൽ എക്സ്പാൻഷൻ ആണ്. അലുമിനിയം ചൂടാകുമ്പോൾ വികസിക്കുന്നതിന്റെ അളവ് കൂടുതലാണ്. കാസ്റ്റ് അയൺ അധികം വികസിക്കുന്നില്ല, പക്ഷെ അലുമിനിയം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ വികസിക്കുന്നത് കൊണ്ട് കൂടുതൽ ക്ലിയറൻസ് കൊടുക്കേണ്ട അവസ്ഥ വരും. പിന്നെ അവസാനമായിട്ട് വരുന്നത് അലുമിനിയം തേഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ആ തേഞ്ഞ പാർട്ടിക്കിൾസ് ഈ പിസ്റ്റന്റെയും സിലിണ്ടറിലെയും ഇടയിൽ നിൽക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, അത് ഒരഞ്ഞൊരഞ്ഞ് പിസ്റ്റണിലോ അല്ലെങ്കിൽ സിലിണ്ടറിലോ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് അലുമിനിയത്തിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാസ്റ്റ് അയണിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ കാസ്റ്റ് അയണിന് സ്ട്രെങ്ത് കൂടുതലാണ്. അലുമിനിയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാസ്റ്റ് അയണിന് സ്ട്രെങ്ത് കൂടുതലാണ്. അതുപോലെ വെയർ റെസിസ്റ്റൻസ് കൂടുതലാണ്, അതായത് പെട്ടെന്ന് തേയ്മാനം ഒന്നും സംഭവിക്കില്ല. അതുപോലെ ലോ തെർമൽ എക്സ്പാൻഷൻ ആണ്, അതായത് ചൂടാകുമ്പോൾ കാസ്റ്റ് അയൺ പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല, എക്സ്പാൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലിയറൻസ് എല്ലാം കുറച്ച് കൊടുത്താൽ മതി. ഇതൊക്കെയാണ് കാസ്റ്റ് അയണിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ കാസ്റ്റ് അയണിന് അലുമിനിയത്തെ അപേക്ഷിച്ച് കനം കൂടുതലാണ്. അതുപോലെ പെട്ടെന്ന് പൊട്ടുന്ന വരെ മെറ്റീരിയലാണ്, ബ്രിട്ടിൽ മെറ്റീരിയലാണ്. അതുപോലെ ഹീറ്റ് ട്രാൻസ്ഫർ കുറവാണ്, അതായത് ചൂടിനെ കടത്തിവിടാനുള്ള കഴിവ് കാസ്റ്റ് അയണിന് അലുമിനിയത്തെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉദ്ദേശം അനുസരിച്ച്, നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമ്മൾ എത്രത്തോളം ചൂടുണ്ടാകുന്നുണ്ട്, എത്രത്തോളം വെയിറ്റ് നമുക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സ്ഥലത്തും ഉപയോഗിക്കേണ്ട പിസ്റ്റൺ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എഞ്ചിനിൽ വരുന്ന 2 അബ്നോർമൽ കണ്ടീഷൻസ് നോക്കാം. ഒന്ന് പിസ്റ്റൺ സ്ലാപ്പ് എന്നും രണ്ടാമത്തേനെ പിസ്റ്റൺ സ്കഫിംഗ് എന്നുമാണ് പറയുന്നത്. നമുക്ക് ആദ്യം പിസ്റ്റൺ സ്ലാപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സൗണ്ട് കമ്മിങ് ഫ്രം ദ സിലിണ്ടർ ഡ്യൂറിങ് കോൾഡ് സ്റ്റാർട്ട് ഡ്യൂ ടു ഓവർ ക്ലിയറൻസ് ബിറ്റ്വീൻ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ. എന്താണ് പിസ്റ്റൺ സ്ലാപ്പ് അല്ലെങ്കിൽ എഞ്ചിൻ സ്ലാപ്പ് എന്ന് പറഞ്ഞാൽ, കോൾഡ് സ്റ്റാർട്ടിംഗ് സമയത്ത്, എന്താണ് കോൾഡ് സ്റ്റാർട്ടിംഗ്, നമുക്കത് നോക്കാം. കോൾഡ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം നിർത്തിയിട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് കോൾഡ് സ്റ്റാർട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. തണുപ്പ സ്റ്റാർട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് വണ്ടിയുടെ എഞ്ചിനെല്ലാം കൂളായിട്ട് ഇപ്പം ഇന്ന് വൈകുന്നേരം നിർത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ആ സമയത്ത് സിലിണ്ടറിൽ നിന്നും ചെറിയ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് പിസ്റ്റൺ സ്ലാപ്പ് അല്ലെങ്കിൽ എഞ്ചിൻ സ്ലാപ്പ് എന്ന് പറയുന്നത്. അതിന് കാരണം പറയുന്നത്
ഓവർ ക്ലിയറൻസ് ബിറ്റ്വീൻ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ. പിസ്റ്റന്റെയും സിലിണ്ടറിന്റെയും ഇടയിലുള്ള ഓവർ ക്ലിയറൻസ്, ഇടയിലുള്ള ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ അതുവഴി ഗ്യാസ് ചിലപ്പോൾ എസ്കേപ്പ് ആവാൻ സാധ്യതയുണ്ട്. ആ എസ്കേപ്പ് ആവുന്ന ഗ്യാസ് ആണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്, ഈ സ്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ക്ലിയറൻസ് കൂടുമ്പോഴാണ് സൗണ്ട് വരുന്നത്. അപ്പൊ ക്ലിയറൻസ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ക്ലിയറൻസ് കൊടുക്കേണ്ട ആവശ്യകത എന്താണ് നമുക്ക് നോക്കാം. ക്ലിയറൻസ് കൊടുക്കേണ്ടി വരുന്നത് ഈ എൻജിൻ ചൂടാവുമ്പോൾ പിസ്റ്റൺ മെറ്റീരിയൽ എന്ത് ചെയ്യും? വലുതാവും. ആ വലുതാവുന്ന മെറ്റീരിയലിനെ കയറി ഇരിക്കാനുള്ള സ്ഥലവും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ കൂട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പിസ്റ്റൺ സ്റ്റക്കായി പോകില്ലേ? അപ്പൊ ആ ക്ലിയറൻസ് കൊടുക്കണം. പക്ഷെ ക്ലിയറൻസ് അധികമായി കഴിഞ്ഞാൽ പിസ്റ്റൺ സ്ലാപ്പ് വരികയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? തെർമൽ എക്സ്പാൻഷൻ കുറഞ്ഞ മെറ്റീരിയൽ, അതായത് ചൂടാകുമ്പോൾ വികസിക്കാത്ത മെറ്റീരിയലാണ് പിസ്റ്റൺ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ ക്ലിയറൻസ് കുറച്ച് കൊടുത്താൽ മതി. കാരണം പിസ്റ്റൺ വലുതാവുന്ന അനുസരിച്ചാണ് ക്ലിയറൻസ് കൂടുതൽ കൊടുക്കേണ്ടി വരിക. പിസ്റ്റൺ വലുതാവുന്നില്ലെങ്കിൽ ക്ലിയറൻസും കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ തെർമൽ എക്സ്പാൻഷൻ കുറഞ്ഞ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് ക്ലിയറൻസ് എന്ത് ചെയ്യാം? കുറയ്ക്കാം. അപ്പോൾ പിസ്റ്റൺ സ്ലാപ്പും കുറയ്ക്കാം. അപ്പോൾ മറ്റ് ചില കാര്യങ്ങളൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? പിസ്റ്റൺ സ്ലാപ്പ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന മറ്റ് പല കാരണങ്ങളാണ്. പാരലൽ സ്ലോട്ടുകൾ കൊടുക്കാം. റിംഗ് ഗ്രൂവുകൾക്ക് പാരലൽ ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ച് സ്ലോട്ടുകൾ കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഹീറ്റ് ഡാം ഉണ്ടാക്കാം. ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു വരാം. ടാപ്പർ പിസ്റ്റൺ എന്ന് പറയുന്നത് ടാപ്പർ ഷേപ്പിലുള്ള പിസ്റ്റൺ ആണ്. ക്യാം ഗ്രൗണ്ട് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള പിസ്റ്റൺ ആണ്. പിന്നെ പറഞ്ഞു തെർമൽ എക്സ്പാൻഷൻ കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിക്കാം. പിന്നെ വയർ വൗണ്ട് പിസ്റ്റൺ വരുന്നുണ്ട്. വയർ വൗണ്ട് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സ്റ്റീൽ വയർ എടുത്തിട്ട് പിസ്റ്റന്റെ ചുറ്റും റൗണ്ട് പിടിച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ വലുതാവാതിരിക്കും. പിന്നെ അവസാനം വരുന്നതാണ് ബൈമെറ്റൽ പിസ്റ്റൺ, അതായത് രണ്ട് സെപ്പറേറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണ് ചെയ്യുക. പിസ്റ്റന്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത്, അതായത് ക്രൗൺ ഉണ്ടാക്കുന്നത് അലുമിനിയം അലോയ് കൊണ്ടും പിസ്റ്റന്റെ സ്കർട്ട്, അതായത് താഴ്ഭാഗം ഉണ്ടാക്കുന്നത് സ്റ്റീൽ കൊണ്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റീൽ അലുമിനിയത്തിനെ പിടിച്ചു നിർത്തും വലുതാവാതെ. സ്റ്റീൽ അത്ര പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല, തെർമൽ എക്സ്പാൻഷൻ ഉള്ള മെറ്റീരിയൽ അല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് പിസ്റ്റൺ സ്ലാപ്പ് എന്ന് പറഞ്ഞാൽ, കോൾഡ് സ്റ്റാർട്ട് സമയത്ത് എഞ്ചിന്റെ സിലിണ്ടറിൽ നിന്നും വരുന്ന സൗണ്ടിനെയാണ് പിസ്റ്റൺ സ്ലാപ്പ് എന്ന് പറയുന്നത്. അതിന് കാരണം ക്ലിയറൻസ് കൂടുന്നതാണ്, പിസ്റ്റന്റെ സിലിണ്ടറിലുള്ള ക്ലിയറൻസ് കൂടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്ലിയറൻസ് കൂടുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ലിസ്റ്റാക്കി പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാരണമാണ് സ്ലോട്ടുകൾ കൊടുക്കുക എന്നുള്ളത്. ഇവിടെ നോക്കൂ, ഇതാണ് സ്ലോട്ടുകൾ കൊടുക്കുക എന്ന് പറയുന്നത്. ഇവിടെ സ്ലോട്ട് കണ്ടുണ്ട്. ഇവിടെ വെർട്ടിക്കൽ സ്ലോട്ടാണ്. ഇവിടെ ടി ഷേപ്പിൽ വെർട്ടിക്കലും ഒരു ഹൊറിസോണ്ടൽ സ്ലോട്ടും ഉണ്ട്. ഇവിടെ ഹൊറിസോണ്ടൽ സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എഞ്ചിൻ ചൂടാവുമ്പോൾ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് പകരം പിസ്റ്റൺ എന്ത് ചെയ്യും? ഈ സ്ലോട്ടുകളുടെ ഉള്ളിലേക്കാണ് എക്സ്പാൻഡ് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ടാണ് എക്സ്പാൻഡ് ചെയ്യുക, അല്ലാതെ പുറത്തേക്കല്ല. അപ്പോൾ ഈ സ്ലോട്ടുകൾ ഫില്ല് ആയിക്കോളും, പകരം എന്ത് ചെയ്യില്ല, പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യില്ലെങ്കിൽ നമ്മൾ ക്ലിയറൻസ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പിസ്റ്റനെ ഉള്ളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലോട്ടുകൾ കൊടുക്കുന്നത്. രണ്ടാമത്താണ് ഹീറ്റ് ഡാം എന്ന് പറയുന്നത്. ഹീറ്റ് ഡാം എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണാം, ഈ റിങ്ങുകൾക്ക് മുകളിലായിട്ടുള്ള ചെറിയൊരു കട്ടിനെയാണ് ഹീറ്റ് ഡാം എന്ന് വിളിക്കുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റ് ഇങ്ങോട്ട് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറ്റ് ഡാം കൊടുക്കുന്നത്. ഇവിടെ റിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല, ജസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? പിസ്റ്റന്റെ ഹീറ്റ് ട്രാൻസ്ഫറിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്താണ് ടാപ്പർ പിസ്റ്റൺ എന്ന് പറയുന്നത്. ടാപ്പർ പിസ്റ്റൺ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. നോക്കൂ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കുക. ഈ പിസ്റ്റന്റെ താഴ്ഭാഗത്ത് ഡയമീറ്റർ കൂടുതലും മുകൾ ഭാഗത്ത് ഡയമീറ്റർ വലുതായിരിക്കും കോൾഡ് കണ്ടീഷനിൽ. എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ടായി കൂളായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഹീറ്റായി കഴിയുമ്പോൾ ഈ മുകൾ ഭാഗം എന്ത് ചെയ്യും? വികസിച്ചിട്ട് കറക്റ്റ് ഷേപ്പ് ആയിക്കോളും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഹോട്ടായി കഴിഞ്ഞാൽ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഒരേ ഡയമീറ്ററാണ് വരുന്നത്. അപ്പോൾ തുടങ്ങുമ്പോൾ ഇവിടുത്തെ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടി എന്ത് ചെയ്യില്ല, ഗ്യാസിന് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. വലുതായി കഴിയുമ്പോൾ ഈ താഴ്ഭാഗം വലുതാവുന്നില്ല, മുകൾ ഭാഗം മാത്രം എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ആയിട്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിലുള്ള പിസ്റ്റൺ ഫോം ചെയ്യുകയും ചെയ്യും. ഇതിനാണ് ടാപ്പർ പിസ്റ്റൺ എന്ന് പറയുന്നത്. പിസ്റ്റന്റെ ടോപ്പ് പോർഷന്റെ ഡയമീറ്റർ ചെറുതും ബോട്ടം പോർഷന്റെ ഡയമീറ്റർ വലുതുമായിരിക്കും. അടുത്താണ് ക്യാം ഗ്രൗണ്ട് പിസ്റ്റൺ എന്ന് പറയുന്നത്. അത് എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള പിസ്റ്റൺ ആണ്. നോക്കുകയാണെങ്കിൽ ഈ പിസ്റ്റന്റെ ഈ പുറമേ കാണുന്ന സർക്കിള് സിലിണ്ടർ ആണ്, ഉള്ളിൽ കാണുന്ന സർക്കിളാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ വിഡ്ത്ത് ഗ്യാപ്പ് കൂടുതലും ഇവിടെ ഗ്യാപ്പ് കുറവുമാണ് തണുത്തിരിക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ ഇതിന്റെ ഷേപ്പ് എലിപ്റ്റിക്കൽ ഷേപ്പാണ്. നോക്കുകയാണെങ്കിൽ ഈ പിസ്റ്റൺ എലിപ്റ്റിക്കൽ ഷേപ്പിലും സിലിണ്ടർ കറക്റ്റ് റൗണ്ടിലുമാണ്. എഞ്ചിൻ ചൂടാവുമ്പോൾ അതെന്ത് ചെയ്തോളും? ഈ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ആയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ പിസ്റ്റൺ വരുന്നു. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, അത്ര ഇമ്പോർട്ടൻ്റ് കാര്യമല്ല. ജസ്റ്റ് പറഞ്ഞു വയ്ക്കുക, എന്താണ് ക്യാം ഗ്രൗണ്ട് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള പിസ്റ്റൺ ആണ്. എന്ന് വെച്ചാൽ
കണ്ടോ, ഇങ്ങോട്ട് നീളം കൂടുതലും വീതി കുറവുമാണ് അതിന്. പിന്നെ വയർ ബൗണ്ട് പിസ്റ്റൺ, അതിൻ്റെ ചിത്രമില്ല, ജസ്റ്റ് എന്ത് ചെയ്യും, ഈ ഗ്രൂവിൻ്റെ താഴെയായിട്ട് സ്കർട്ടിൽ നമ്മളൊരു സ്റ്റീൽ വയർ വെച്ച് ചുറ്റിയെടുക്കുന്നതിനെയാണ് വയർ ബൗണ്ട് പിസ്റ്റൺ എന്ന് പറയുന്നത്. ബൈ മെറ്റൽ പിസ്റ്റൺ എന്നാൽ രണ്ട് മെറ്റൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന പിസ്റ്റനാണ് ബൈ മെറ്റൽ പിസ്റ്റൺ എന്ന് പറയുന്നത്. ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് വരച്ചെടുക്കുക. വരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സിലിണ്ടറിൻ്റെ ബോർ എന്ന് പറയുന്നത് കറക്റ്റ് റൗണ്ടാണ്. പക്ഷേ ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്. എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് കുറവാണ്, ഇവിടെ രണ്ട് സൈഡിൽ ഗ്യാപ്പ് കൂടുതലുമാണ്. അപ്പോൾ താഴെ മുകളിലും ഈ സിലിണ്ടറിനോട് അടുത്തിരിക്കും, രണ്ട് സൈഡിലും സിലിണ്ടറിനോട് അകന്നിരിക്കും. അതാണ് എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. ചൂടായി കഴിയുമ്പോൾ രണ്ടും കറക്റ്റ് രണ്ട് റൗണ്ട് തന്നെയാണ്, അപ്പോൾ അത് കുഴപ്പമില്ല. അടുത്ത ഒരു അബ്നോർമൽ കണ്ടീഷനാണ് പിസ്റ്റൺ സ്കഫിംഗ് എന്ന് പറയുന്നത്. എന്താണ് പിസ്റ്റൺ സ്കഫിംഗ് എന്ന് നോക്കാം. എൻജിൻ ചൂടാവുന്ന സമയത്ത് പിസ്റ്റൺ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെർമൽ എക്സ്പാൻഷൻ ഓഫ് പിസ്റ്റൺ. ചില സമയത്ത് എൻജിൻ ഓവറായിട്ട് ചൂടാവുമ്പോൾ എന്ത് ചെയ്യും, സാധാരണ പിസ്റ്റൺ വലുതാവുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സിലിണ്ടർ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, സിലിണ്ടർ ഒരു സർക്കിളാണ്, ആ സർക്കിളിനുള്ളിലൂടെയാണ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. പിസ്റ്റൺ അമിതമായിട്ട് വലുതായി കഴിഞ്ഞാൽ പിസ്റ്റണും സിലിണ്ടറും തമ്മിൽ ഒരയാൻ തുടങ്ങുമല്ലോ, ഒരു ടൈറ്റ് ഫിറ്റ് ആയിരിക്കും. അങ്ങനെ ടൈറ്റ് ഫിറ്റിൽ മൂവ് ചെയ്യുമ്പോൾ സിലിണ്ടർ വാളിലുള്ള ഓയിലിനെ മൊത്തം എന്ത് ചെയ്യും, പിസ്റ്റൺ ഇങ്ങനെ വടിച്ചെടുത്തുകൊണ്ട് പോകും. കാരണം ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിലേ ഓയിലിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഗ്യാപ്പ് ഇല്ലാതെ ഭാഗം പിസ്റ്റൺ വലുതായി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, സിലിണ്ടർ വാളിൽ നിന്നിരുന്ന ഓയിലിനെ ഇങ്ങനെ വടിച്ചെടുത്ത് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ലൂബ്രിക്കേഷൻ നടക്കില്ല. ലൂബ്രിക്കേഷൻ നടക്കില്ലെങ്കിൽ പിസ്റ്റൺ എന്ത് ചെയ്യും, പിസ്റ്റണിൽ അല്ലെങ്കിൽ സിലിണ്ടറിലൊക്കെ സ്ക്രാച്ച് മാർക്കുകൾ വീഴും, ഇങ്ങനെ ഓയിൽ ഇല്ലാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്കഫിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് എൻജിൻ ഓവർ ഹീറ്റ് ആവുന്ന സമയത്ത് പിസ്റ്റൺ എന്ത് ചെയ്യും, സാധാരണതയിലധികം വികസിച്ച് സിലിണ്ടറിൽ ടൈറ്റ് ആയിട്ടിരിക്കും. പിസ്റ്റൺ സിലിണ്ടർ ടൈറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓയിലിന് ഇടയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഓയിൽ ഇടയ്ക്ക് നിന്നില്ലെങ്കിൽ ലൂബ്രിക്കേഷൻ നടക്കില്ല. ലൂബ്രിക്കേഷൻ നടന്നില്ലെങ്കിൽ പിസ്റ്റണിലും സിലിണ്ടറിലൊക്കെ സ്ക്രാച്ച് വീഴുന്നതിനെയാണ് നമ്മൾ സ്കഫിംഗ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സ്കഫിംഗ് നടന്നു കഴിഞ്ഞാൽ പിസ്റ്റൺ എന്ത് ചെയ്യും, സിലിണ്ടറിനുള്ളിലൂടെയൊക്കെ എന്ത് ചെയ്യും, ഗ്യാസ് ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. അത് എഞ്ചിന്റെ എഫിഷ്യൻസി കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ സ്കഫിങ്ങിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഇൻഅഡിക്വേറ്റ് ലൂബ്രിക്കേഷൻ ആണ്. ലൂബ്രിക്കേഷൻ ആവശ്യത്തിന് നടക്കാതിരിക്കുന്നതിനെയാണ് ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തത് എഞ്ചിൻ ഓവർലോഡ് വരുമ്പോൾ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ സ്കഫിംഗ് സംഭവിക്കും. എഞ്ചിൻ ഡിറ്റണേഷനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കാനുള്ളതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. എഞ്ചിൻ ഡിറ്റണേഷൻ സമയത്തും എഞ്ചിൻ ഓവർ ഹീറ്റ് സംഭവിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. പിന്നെ ഇൻഅഡിക്വേറ്റ് കൂളിംഗ് സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിലും എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുമല്ലോ. എഞ്ചിൻ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ സ്കഫിംഗ് നടക്കും. പിന്നെ കൂളിംഗ് വാട്ടറും ലൂബ്രിക്കൻറ്റും തമ്മിൽ മിക്സ് ആയി കഴിഞ്ഞാൽ ലൂബ്രിക്കേഷൻ കൃത്യമായി നടക്കില്ല. ലൂബ്രിക്കേഷൻ കൃത്യമായി നടന്നില്ലെങ്കിൽ സ്കഫിംഗ് നടക്കും. അപ്പോൾ സ്കഫിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, പിസ്റ്റണും സിലിണ്ടറും തമ്മിൽ ഒരഞ്ഞിട്ട് രണ്ടിലും സ്ക്രാച്ച് വീഴുന്നതിനെയാണ് സ്കഫിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓവർ ഹീറ്റിംഗ് ആണ്. ഓവർ ഹീറ്റിംഗ് കാരണം പിസ്റ്റണും സിലിണ്ടറും ടൈറ്റ് ഫിറ്റ് ആവുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഓയിലിനെല്ലാം പുറന്തള്ളിപ്പെടും. ഓയിൽ ഇല്ലെങ്കിൽ അത് തമ്മിൽ സ്ക്രാച്ച് വീഴുകയും ചെയ്യും. ഇതിനെയാണ് പിസ്റ്റൺ സ്കഫിംഗ് എന്ന് പറയുന്നത്. അടുത്ത കോമ്പോണൻ്റ് ആണ് പിസ്റ്റൺ റിങ്. ഈ ചിത്രത്തിൽ കാണാം, പിസ്റ്റൺ റിങ്ങുകളെ നമുക്ക് നോക്കുകയാണെങ്കിൽ 3 പിസ്റ്റൺ റിങ്ങുകൾ കാണുന്നുണ്ട്. ഇതിൽ 2 എണ്ണം ഒരുപോലെ ഇരിക്കുന്നത്, ഒരെണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് പിസ്റ്റൺ റിങ് എന്ന് നോക്കാം. പിസ്റ്റൺ റിങ് എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് റിങ് ആണ്. റിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോതിരത്തൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഒരു മെറ്റാലിക് റിങ് ആണ്. സിലിണ്ടറിന്റെ പുറം ഭാഗത്ത് ഫിറ്റ് ചെയ്യുന്ന ഒരു മെറ്റാലിക് റിങ് ആണ്. ആ റിങ്ങിന്റെ പ്രത്യേകത അത് സ്പ്ലിറ്റ് റിങ് ആണ്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, ഇവിടെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അറിയാമായിരിക്കുമല്ലോ. കംപ്ലീറ്റ് റിങ് അല്ല, ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിസ്റ്റൺ റിങ് എന്ന് പറയുന്ന ഒരു മെറ്റാലിക് സ്പ്ലിറ്റ് റിങ് ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഔട്ടർ ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ. ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിന്റെ പിസ്റ്റണിൽ ഔട്ടർ സൈഡിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു മെറ്റാലിക് സ്പ്ലിറ്റ് റിങ്ങിനെ വിളിക്കുന്ന പേരാണ് പിസ്റ്റൺ റിങ് എന്ന് പറയുന്നത്. അപ്പോൾ പിസ്റ്റണിൽ ഈ റിങ്സ് ഒക്കെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂവുകൾ കട്ട് ചെയ്യാറുണ്ട്. അത് പിസ്റ്റൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ കാണാം, 1, 2, 3 ഗ്രൂവുകൾ കാണുന്നുണ്ടല്ലോ. ഒരു എഞ്ചിനിൽ മിനിമം ഒരു 3 റിങ്ങുകൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ മുകളിലും ഉണ്ടാവാം. സാധാരണയായിട്ട് ഒരു മിനിമം 3 പിസ്റ്റൺ റിങ്ങുകളാണ് ഒരു പിസ്റ്റണിൽ ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് ഈ പിസ്റ്റൺ റിങ്ങിന്റെ ഫങ്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 ഫങ്ഷൻ നമുക്ക് നോക്കാനുണ്ട്.
ഒന്നാമത്തെ ഫംഗ്ഷൻ സീലിംഗ് ദ കമ്പസ്റ്റൻ ചേംബർ സോ ദാറ്റ് ദ ത്രീ there is minimal loss of gases to the crankcase. പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും പോകുന്നുണ്ട്. ആ സമയത്ത് പിസ്റ്റൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഒന്നുകിൽ എയർ ഫ്യൂൽ മിക്സർ കംപ്രഷൻ നടക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂവൽ എയർ മിക്സർ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ഉണ്ട്. ആ സമയത്തൊക്കെ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള ഗ്യാസുകൾ ക്രാങ്ക് കേസിലേക്ക് ലീക്കായി പോവാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് എന്ത്, പിസ്റ്റൺ റിംഗ് എന്ന് പറയുന്നത്. കാരണം ഈ പിസ്റ്റൺ സിലിണ്ടറിനുള്ളിൽ മൂവ് ചെയ്യണം. രണ്ടും ഒരേ സൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിസ്റ്റൺ സിലിണ്ടറിനേക്കാൾ കുറച്ച് ചെറുതായിരിക്കും. ആ പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഗ്യാപ്പിലൂടെ കുറച്ച് ഗ്യാസിന് താഴത്തേക്ക് ഇറങ്ങി വരാൻ പറ്റേണ്ടതാണ്. പക്ഷെ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിംഗ് ഇടുന്നത്. അപ്പോൾ ഒന്നാമത് പറഞ്ഞു, ഗ്യാസുകൾ സിലിണ്ടറിനുള്ളിൽ നിന്നും ക്രാങ്ക് കേസിലേക്ക് ലീക്കായി പോവാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് പിസ്റ്റൺ റിംഗ് എന്ന് പറയുന്നത്. അടുത്തൊരു ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിസ്റ്റണും സിലിണ്ടറും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവില്ല. കാരണം എന്താണ്, പിസ്റ്റൺ എന്ന് പറയുന്നത് സിലിണ്ടറിനേക്കാൾ കുറച്ച് ചെറുതാണ്. അപ്പോൾ സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൺ ഇരിക്കുന്നത് കമ്പസ്റ്റൻ ചേമ്പറിലാണ്. കമ്പസ്റ്റൻ ചേമ്പറിൽ ചൂടുണ്ടായിരിക്കും. ആ ചൂട് എന്ത് ചെയ്യണം, സിലിണ്ടർ വാളിലേക്ക് പോകണം. സിലിണ്ടറിലെ വാളിലാണ് എന്തിരിക്കുന്നത്, കൂളിംഗ് വാട്ടർ ഒക്കെ ഇരിക്കുന്നത്, എങ്കിലേ ഹീറ്റ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിസ്റ്റണിലെ ചൂടിനെ സിലിണ്ടറിലേക്ക് കടത്തിവിടുന്നത് ഈ റിങ്ങുകളാണ്. അടുത്തൊരു ഫംഗ്ഷൻ, ഈ സിലിണ്ടർ വാളിൽ ആവശ്യത്തിന് ഓയിലുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് ഈ സിലിണ്ടർ അല്ലെങ്കിൽ പിസ്റ്റൺ റിങ്ങുകളാണ്. പിന്നെ വരുന്നത്, അധികമായിട്ട് ഓയിൽ ഉണ്ടെങ്കിൽ ആ അധികം ഓയിലിനെ റിമൂവ് ചെയ്യുന്നതും പിസ്റ്റൺ റിങ്ങുകളാണ്. ഒന്നാമത് പറഞ്ഞു, സിലിണ്ടറിലുള്ള ഗ്യാസുകൾ ക്രാങ്ക് കേസിലേക്ക് ഇറങ്ങി വരാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യുന്നു. പിസ്റ്റന്റെ ചൂടിനെ സിലിണ്ടറിലേക്ക് കടത്തിവിടുന്നു. ആവശ്യത്തിനുള്ള ഓയിൽ സിലിണ്ടർ വാളിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അതുപോലെ അധികമുള്ള ഓയിലിനെ സിലിണ്ടർ വാളിൽ നിന്നും തുടച്ചെടുത്തതിന് ശേഷം സമ്പിലേക്ക് തിരിച്ചുവിടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഒരു പിസ്റ്റൺ റിംഗ് ചെയ്യുന്നത്. ഇനി പിസ്റ്റൺ റിംഗ് ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് മെറ്റീരിയൽ കൊണ്ടാണ്, കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ. കാസ്റ്റ് അയണോ സ്റ്റീലോ ഉപയോഗിച്ചാണ് നമ്മൾ പിസ്റ്റൺ റിംഗ് ഉണ്ടാക്കുന്നത്. ഇത് കാസ്റ്റ് അയണോ സ്റ്റീലോ കംപ്ലീറ്റ് ആയിട്ടായിരിക്കില്ല. അതിനകത്ത് ഈ കാസ്റ്റ് അയണിന്റെയും സ്റ്റീലിന്റെയും ഒക്കെ കൂടെ സിലിക്കൺ, മാംഗനീസ് തുടങ്ങിയ മെറ്റീരിയൽസ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. കാരണം ഇതിനൊരു സ്പ്രിംഗ് ആക്ഷൻ ഒക്കെ വരണം, കുറച്ച് ബലവും വേണം, കുറച്ച് സ്പ്രിംഗ് ആക്ഷൻ വേണം. കാരണം ഈ പിസ്റ്റൺ റിംഗ്സ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ചെറുതാക്കിയാലേ ഉള്ളി കയറ്റാൻ പറ്റുള്ളൂ. ഉള്ളി കയറുമ്പോൾ ഒന്ന് വലുതാവുകയും വേണം. അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. അപ്പോൾ ഒരു സ്പ്രിംഗ് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിലിക്കൺ, മാംഗനീസ് തുടങ്ങിയ ഐറ്റങ്ങൾ കൂടി മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാസ്റ്റ് അയണിന്റെയോ അല്ലെങ്കിൽ സ്റ്റീലിന്റെയോ കൂടെ ആഡ് ചെയ്യും. നമ്മൾ പറഞ്ഞ ഒരു എഞ്ചിനിൽ പ്രധാനമായിട്ടും മിനിമം ഒരു 3 റിങ്ങെങ്കിലും ഉണ്ടായിരിക്കും. 3 or 4 ഒക്കെ ഉണ്ടാവാം. മിനിമം ഒരു 3 റിങ്ങുകൾ ഉണ്ടായിരിക്കും. ആ 3 റിങ്ങുകളെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും, രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് കംപ്രഷൻ റിംഗ് എന്നും രണ്ടിനെ ഓയിൽ റിംഗ് എന്നുമാണ് വിളിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന ഫസ്റ്റത്തെ ഇതും ഈ ഫസ്റ്റ് 2 റിങ്ങുകൾ കംപ്രഷൻ റിംഗ് എന്നും, അവസാനമായി കാണുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഈ റിങ്ങുകൾക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ വ്യത്യാസം കാണാൻ പറ്റും, അതിനെ നമ്മൾ ഓയിൽ റിംഗ് എന്നുമാണ് വിളിക്കുന്നത്. എന്താണ് കംപ്രഷൻ റിംഗ്, എന്താണ് ഓയിൽ റിംഗ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് കംപ്രഷൻ റിംഗിന്റെയും ഓയിൽ റിംഗിന്റെയും ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചിത്രം നിങ്ങൾ വരച്ചെടുക്കണം. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, എൻഡ്സ് എന്ന് പറയുന്നത് ഈ 2 ഭാഗങ്ങളെ പറയുന്നുണ്ട്. ഇത് ഔട്ടർ ഫേസ്, അതായത് വർക്കിംഗ് ഫേസ് എന്ന് പറയുന്നത്, ഇതാണ് സിലിണ്ടർ വാളിലൂടെ തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഗ്രൂവിലേക്ക് തട്ടിയിരിക്കുന്ന ഭാഗമാണ്. ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് ആ ഗ്യാപ്പാണ്, അവിടെ കട്ട് സ്പ്ലിറ്റ് റിംഗ് ആണല്ലോ, ആ സ്പ്ലിറ്റ് റിംഗിന്റെ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ചിത്രം വരയ്ക്കാൻ പഠിക്കണം. ഇതുപോലെ ഓയിൽ റിംഗിനെ പറ്റി നോക്കുമ്പോൾ ഓയിൽ ഹോളുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിന്റെ സർഫസിലെല്ലാം ഓയിൽ ഹോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ആ ഹോളുകൾ കൊടുക്കുന്നതെന്ന്. സിലിണ്ടർ വാളിലുള്ള അധികം ഓയിലിനെയൊക്കെ തിരിച്ച് സമ്പിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത ഒന്നാമത്തെ ടൈപ്പ് കംപ്രഷൻ റിംഗ് ആണ്. കംപ്രഷൻ റിംഗ് എന്താ ചെയ്യുന്നത്, കംപ്രഷൻ റിംഗ് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിലിണ്ടറിന്റെ ഉള്ളിൽ നിന്നും ഗ്യാസ് ക്രാങ്ക് കേസിലേക്ക് ലീക്കായി വരുന്നത് തടയാനാണ് എന്ത് ചെയ്യുന്നത്, കംപ്രഷൻ റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കംപ്രഷൻ റിംഗ് എന്ന് പറയുന്നത് പിസ്റ്റനെ അതേ സൈസ് ആയിരിക്കും. അപ്പോൾ പിസ്റ്റന്റെ ഗ്രൂവ്സിലേക്ക് ഇറക്കി വിട്ടെങ്കിൽ നമ്മൾ ഒന്ന് വിടർത്തേണ്ടി വരും. ഈ ഗ്യാപ്പ് ഒന്ന് കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഗ്യാപ്പ് കൂടുമ്പോൾ ഈ റിംഗ് ഒന്ന് വികസിക്കും. അങ്ങനെയാണ് നമ്മൾ പിസ്റ്റന്റെ ഉള്ളിലേക്ക്, ആ ഗ്രൂവിന്റെ ഉള്ളിലേക്ക് ഇറക്കി വിടുന്നത്. അങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ട് പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ എന്ന് പറയുന്ന ഒരു ടൂളാണ് നമ്മൾ ഉപയോഗിക്കുക. നമുക്കിവിടെ കാണിച്ചു തരാം, നിങ്ങൾ ക്ലാസ് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കാണാൻ പറ്റും.
അതുപോലെ ഈ റിങ് ഇട്ട് കഴിഞ്ഞാൽ പിസ്റ്റന്റെ ഡയമീറ്റർ കൂടുതലുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ റിങ്ങിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ഡയമീറ്ററിനൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സിലിണ്ടറിനുള്ളിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങി വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു പിസ്റ്റൺ റിംഗ് കംപ്രസർ എന്ന് പറയുന്ന ഒരു ടൂൾ കൂടി ഉണ്ട്. ഈ റിങ്ങിനെ കംപ്രസ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഈ ഗ്യാപ്പ് കുറയാണ് ചെയ്യുക. ഈ റിങ്ങിനെ കംപ്രസ് ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് കുറഞ്ഞിട്ട് ഒന്ന് ചെറുതാവും. ആ ചെറുതാവുമ്പോൾ നമുക്ക് ഈ റിങ്ങിനെ സിലിണ്ടറിനുള്ളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റും. അങ്ങനെ പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡറും പിസ്റ്റൺ റിംഗ് കംപ്രസറും ഉണ്ട്. അത് രണ്ടും രണ്ട് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. രണ്ടും നമുക്ക് ചെയ്ത് നോക്കാനുള്ളതുകൊണ്ട് അറിയാം. പ്രധാനമായിട്ടും ഒരു സാധാരണ ഒരു എൻജിനിൽ അല്ലെങ്കിൽ ഒരു പിസ്റ്റണിൽ 2 അല്ലെങ്കിൽ 3 കംപ്രഷൻ റിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. അടുത്തത് ഓയിൽ റിംഗ് ആണ്. ഓയിൽ റിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിസ്റ്റൺ റിംഗ് ഏറ്റവും അടിയിലാണ് വരിക. മൂന്നാമത്തെ, ഇപ്പോൾ 3 ഗ്രൂവുകളാണെങ്കിൽ ഏറ്റവും അടിയിലെ ഗ്രൂവിലാണ് നമ്മൾ ഓയിൽ റിംഗ് ഇട്ടിട്ടുണ്ടായിരിക്കുക. മുകളിലുള്ള മൊത്തം കംപ്രഷൻ റിംഗ്, ഏറ്റവും താഴെയുള്ളത് ഓയിൽ റിംഗ് ആണ്. ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ കംപ്രഷൻ റിംഗ് ആയിരിക്കും, ഇവിടെ കംപ്രഷൻ റിംഗ് ആയിരിക്കും, ഇവിടെ ഓയിൽ റിംഗ് ആയിരിക്കും. ഓയിൽ റിംഗിൽ നമ്മൾ ഒരുപാട് ഹോളുകൾ കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഹോൾ എന്ന് പറയുന്നത് അതെന്തിനാണ്, ആവശ്യത്തിന് ഉള്ള ഓയിലിനെ എൻജിനിലെ സിലിണ്ടർ വാളിലേക്ക് സപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ അധികമായിട്ട് വരുന്ന ഓയിലിനെ ആ സിലിണ്ടർ വാളിൽ നിന്ന് തുടച്ചെടുക്കാനുമാണ് എന്ത് ചെയ്യുന്നത്, ഈ റിംഗ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ അനാവശ്യമായിട്ട് ഓയിൽ സിലിണ്ടർ വാളിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത പവർ സ്ട്രോക്കിൽ അല്ലെങ്കിൽ അടുത്ത ഇഗ്നിഷൻ സമയത്ത് ആ ഓയിലോട് ചേർന്ന് കത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഓയിലിന്റെ ഉപയോഗം കൂടുതൽ വരും. ഓയിൽ വെറുതെ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓയിൽ റിംഗ് കൊടുക്കുന്നത്. എന്തിനാണ്, ഓയിലിനെ സിലിണ്ടർ വാളിലേക്ക് സപ്ലൈ ചെയ്യാനും അധികം വരുന്ന ഓയിലിനെ കത്തിക്കാതെ തിരിച്ച് സമ്പിലേക്ക് തന്നെ എടുക്കാനുമാണ് എന്ത് ചെയ്യുന്നത്, ഓയിൽ റിംഗ് കൊടുക്കുന്നത്. ഇത്രയാണ് നമുക്ക് 2 റിങ്ങുകളെ കുറിച്ച് പറയാനുള്ളത്.